إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് അതുപോലെ അവന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ മുറുകെ പിടിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉണർത്തുകയാണ് വസിയത്ത് നൽകുകയാണ്. അത്തരുണത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും അവസാനം റബ്ബുൽ ഇസ്സത്തിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങളിലും ഏതേത് സംഭവങ്ങൾ കടന്നു വരുമ്പോഴും അതിനെപ്പറ്റി ഒരൽപ്പം ബോധവാന്മാരാകുക, ചർച്ച ചെയ്യുക എന്നത് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഏറെ നന്മയുള്ള കാര്യമാണ്. മനുഷ്യരായ നമ്മളെല്ലാവരും ഒരുപാട് മേഖലകളിൽ വിന്യസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടേതായ റോളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് ആണിനെ മാത്രമല്ല ആണിന്റെ കൂടെ പെണ്ണിനെയും അല്ലാഹു എണ്ണിയിരിക്കുന്നത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഹേ മനുഷ്യരെ, ഒരേ ആത്മാവിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ, അതിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കും. നമ്മളെ എന്തിൽ നിന്നാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതുപോലെ ഒരു മനുഷ്യന്റെ ഉദരത്തിൽ നിന്ന് തന്നെയാണ് സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വഖലഖനാകും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്.
ആണും പെണ്ണുമുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നബയിലാണ് അത് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ ലഅല്ലകും തദക്കറൂൻ. എല്ലാ ഓരോ വസ്തുവിനെയും ഇണകളാക്കിക്കൊണ്ടാണ് ഞാൻ പടച്ചിരിക്കുന്നത്, നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയിട്ടാണത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നുണ്ട്, വലൈസ ദക്കറു കൽ ഉൻസ, വലൈസ ദക്കറു കൽ ഉൻസ, ആണൊരിക്കലും പെണ്ണിനെ പോലെയല്ല, ആണും പെണ്ണും വേറെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ പലതിനെയും എണ്ണിയിട്ട് അല്ലാഹു പറഞ്ഞു, അതുപോലെ എന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളെ ഇണകളായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് എന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. വെറുതെയല്ല അത്. ലിതസ്കുനു ഇലൈഹാ, ഒന്നിനൊന്നിലേക്ക് സമാധാനപൂർവ്വം അടയാൻ വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിഗ്രഹം എന്നാണ് അർത്ഥം. ലിതസ്കുനു ഇലൈഹാ, ശാന്തതയ്ക്ക് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒരാളെ നിങ്ങളുടെ കൂടെ ഞാൻ പടച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ നമ്മുടെ ഭാര്യയെ ഒരു മിനിറ്റ് ആലോചിക്കണം, ഭർത്താവിനെ ആലോചിക്കണം. അവരില്ലായിരുന്നുവെങ്കിൽ, അവരില്ലാത്തൊരു ലോകം, പലരും ഇണകളെ നഷ്ടപ്പെട്ടവരുണ്ടാകാം. എന്താ നമ്മളുടെ അന്നത്തെ സ്ഥിതിയും ഇന്നത്തെ സ്ഥിതിയും? ഉള്ള കാലത്ത് വില നൽകാത്തതും അടിപിടി കൂടിയതുമൊക്കെയും മാറ്റിവെച്ചാൽ, ഇല്ലാത്ത കാലത്ത് അയാളുടെ അഭാവം ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് ആലോചിക്കാത്തവരല്ല നമ്മളെല്ലാവരും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുന്ന പടപ്പുകളിൽ സ്ത്രീകൾ എന്നത് മൂല്യവത്തായ നിധിയാണ്. അദ്ദുനിയ മതാഉ വഖൈറു മതാഉ ദുനിയ അൽ മർഅതു സ്സാലിഹ. ദുനിയാവ് മുഴുവനും ചരക്കുകളാണ്. സ്വർണം, അതുപോലെയുള്ള പവിഴങ്ങൾ, അതേപോലെയുള്ള ഡയമണ്ടുകൾ, അതുപോലെയുള്ള നോട്ടുകെട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ചരക്കുകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ ദുനിയാവ്. വഖൈറു മതാഉ ദുനിയ അൽ മർഅതു സ്സാലിഹ. അതിലേറ്റവും നല്ല ചരക്ക്, ഏറ്റവും മൂല്യവത്തായ നിധി എന്നത് സാലിഹത്തായ ഒരു സ്ത്രീയാണ്, പെണ്ണാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല സ്ത്രീയെ പറ്റി പരിശുദ്ധ ഖുർആൻ അങ്ങനെയാ പരിചയപ്പെട്ടു. ഫസ്സാലിഹാത്ത്, ഏറ്റവും നല്ല പെണ്ണ്. ഖാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഏറ്റവും നല്ല പെണ്ണ് ഖാനിതായ പെണ്ണാണ്, അനുസരണയുള്ള പെണ്ണ്. ഒപ്പം ഹാഫിളാത്തുൻ, സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിക്കേണ്ടിടത്ത് സൂക്ഷിക്കുന്നവൾ. അങ്ങനെയുള്ള ഒരു പെണ്ണ്, അവളാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇത് സത്യവിശ്വാസികളായ സ്വാലിഹീങ്ങളായ സ്ത്രീകളെ പറ്റിയുള്ള പറഞ്ഞതാണ്. എന്നാൽ എല്ലാവരും അതിൽ പെടുമോ? ഓരോരുത്തരുടെയും തൗഫീഖാണ്. പെട്ടിട്ടില്ല എങ്കിലോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഅയ്തുൻ നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. ഞാൻ നരകം കണ്ടിട്ടുണ്ട്, ആ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നല്ലതാണെങ്കിൽ ഏറ്റവും നല്ല ഇടത്ത്, മോശമായാലോ അധപതിച്ച് അവർ നരകത്തിലേക്ക് അധപതിക്കുന്ന അവസ്ഥയിലേക്കും സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. സഹോദരങ്ങളെ, എങ്ങനെയായാലും ശരി, മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്, സ്ത്രീകളെ ആദരിക്കുന്നൊരു മതമാണ് നമ്മുടെ മതം. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, റബ്ബി അഗ്ഫിർ ലി വലിവാലിദയ്യ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആരാണവർ? നമ്മുടെ ഉമ്മയും ബാപ്പയും. അതിലാരാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും നിനക്ക് ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഏറ്റവും വലിയ കടപ്പാട് ആർക്കാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഖാദിമായ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഉമ്മയോടാണ്. രണ്ടാമത് ചോദിച്ചപ്പോൾ ഉമ്മയോടാണ്. മൂന്നാമത് ചോദിച്ചപ്പോൾ ഉമ്മയോടാണ്. പിന്നീടാണ് പിതാവിന്. പിതാവ് മോശമായതുകൊണ്ടല്ല, ഉമ്മാന്റെ സ്ഥാനം, സ്ത്രീ എന്നതിന്റെ സ്ഥാനം അള്ളാഹുവിന്റെ റസൂൽ ഔന്നിത്യത്തോടുകൂടി അവിടെ പഠിപ്പിച്ചു എന്നതാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ വാവിട്ട് പ്രസംഗിക്കാറില്ലേ? ഇസ്ലാം പലപ്പോഴും അതിൽ പ്രതിക്കൂട്ടിലേക്ക് വരാറുണ്ട്. സ്ത്രീകളെ വീട്ടിനകത്ത്
ഒളിപ്പിച്ച്, വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച്, ഒരു സ്വാതന്ത്ര്യമില്ല. അവളുടെ മുഖം പോലും അവൾക്ക് പുറത്തേക്ക് കാണിക്കാൻ സമ്മതിക്കാതെ, അവൾ ഒറ്റക്ക് വിടാതെ അവന്റെ കീഴിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷനാണ് സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തൃത്വമുള്ളത്. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, അള്ളാഹുവിന്റെ കലാമാണ് പറയുന്നത്. ആരാണ് ഈ കൈകാര്യവർത്തത്വം എന്ന് പറഞ്ഞാൽ? കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തിന്റെ മുകളിൽ കാണിക്കുന്ന മേൽക്കോയ്മയല്ല ആ അധികാരം. الرجال قوامون على النساء എന്തിനാ? ബിമാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ആ സ്ത്രീകൾ അള്ളാഹു ചിലരെക്കാളും മേൽക്കോയ്മയിൽ പടച്ചതിനാൽ, ശ്രേഷ്ഠരാക്കിയതിനാലും, അവർക്ക് അധ്വാനിച്ച് ചെലവ് നൽകുന്നതിനാലും പുരുഷനാണ് കൈകാര്യകർത്തൃത്വം. അത് ആരും ആ അള്ളാഹുവിന്റെ പദത്തിന്റെ മുകളിൽ പോസ്റ്റ്മോർട്ടത്തിന് പോകേണ്ടതില്ല. പുരുഷനാണ് കൈകാര്യകർത്തൃത്വം. എങ്കിലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ, എങ്കിലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് ഭൗതികവാദികളായ ആളുകൾ മതനിഷേധം പറഞ്ഞ്, മതനിരാസം പറഞ്ഞ് അവസാനം അവരെത്തിയിരിക്കുന്നത് എന്താ? ആണും പെണ്ണും സമമാണെന്നാണ്. ഈക്വാലിറ്റി, ആണും പെണ്ണും ഒന്നാണ്. ആണ് ബസ് ഓടിക്കുന്നത് പോലെ പെണ്ണ് ബസ് ഓടിക്കുന്നു, ആണ് തെങ്ങിൽ കയറുന്നത് പോലെ പെണ്ണ് തെങ്ങിൽ കയറുന്നു. അവസാനം എവിടെ എത്തി? സ്ത്രീയായി അള്ളാഹു പടച്ച ഒരു പെണ്ണിനെ പുരുഷനാക്കുന്നു എന്ന സർജറിയിലൂടെ എന്ന് പരസ്യം കൊടുത്ത് 10 മാസം കഴിഞ്ഞപ്പോ പുരുഷൻ പ്രസവിച്ചു എന്ന് ഉളുപ്പില്ലാതെ എഴുതി വിട്ടു നമ്മുടെ മാധ്യമങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലൈസ ദക്കർ കൽ ഉൻസ, ആണും പെണ്ണും സമമല്ല കേട്ടോ. ഖുർആനാ പറയുന്നത്. വ്യത്യസ്തതകളുണ്ട്. ആണിന്റെ അടുക്കൽ ഒരാഴ്ച ഉറക്കമൊഴിഞ്ഞ് നിർത്താൻ ഹോസ്പിറ്റലിൽ ബെഡിനരികിൽ നമുക്ക് സെർവ് ചെയ്ത് നിൽക്കാനുള്ള ശേഷി പെണ്ണിന് കൊടുത്തിട്ടുണ്ട്, ആണിന് കൊടുത്തിട്ടില്ല. ആണ് 2 മണിക്കൂർ കഴിഞ്ഞാൽ അവന്റെ ഫോണും പിടിച്ച് ഇറങ്ങിയിരിക്കണം, രോഗിയുടെ അടുത്ത് ഇരിക്കണം, പള്ളിയിൽ കുറച്ച് പോയിട്ട് ഉറങ്ങണം, ആൾ ചേഞ്ച് ആവണം. അത് ആലോചിക്കേ, നിൽക്കാൻ പറ്റൂല. ലേബർ റൂമിന്റെ മുന്നിൽ ആണിന് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കണം. പെണ്ണിന് ലേബർ റൂമിന്റെ റിസൾട്ട് വന്നിട്ടല്ലാതെ ഒരിറ്റ് വെള്ളം കുടിക്കാൻ പോലും പെണ്ണ് നിൽക്കൂല. അത്രയും കപ്പാസിറ്റിയാണ്. വളഞ്ഞ എല്ലുകൊണ്ടാണ് അതിനെ പടച്ചത്. നിങ്ങൾ നിവർത്തരുത് എന്ന് റസൂലുള്ളാഹ്. നിവർത്തിയ പൊട്ടുക ചെയ്യാ. നിങ്ങളെപ്പോലെ അവർ ചിന്തിക്കുമെന്ന് ചിന്തിക്കല്ലേ. നിങ്ങളെപ്പോലെ ത്രാണിയും, നിങ്ങളെപ്പോലെ ജ്ഞാനവും, നിങ്ങളെപ്പോലെ ഉൾക്കാഴ്ചയും, നിങ്ങളെപ്പോലെ ധൈര്യവും അവർക്കുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. അവർക്കില്ല. എന്നാൽ അവർക്കുള്ളതുണ്ട് ചിലതെല്ലാം. ആണെ വീണ് എല്ല് പൊട്ടിയാൽ കരഞ്ഞുറങ്ങാതെ കിടക്കുന്ന ആണിന് ഒരൊറ്റ അസ്ഥി പൊട്ടിയാൽ സഹിക്കാൻ കഴിയാത്തവരല്ലേ നമ്മൾ. എന്നാൽ 20 അസ്ഥികൾ പൊട്ടുന്ന ഗംഭീരമായ വേദന സഹിക്കാൻ ശേഷിയുണ്ട് ആ പെണ്ണിന്. തന്റെ പ്രസവത്തിൽ താൻ ഏറ്റെടുക്കുന്ന വേദനയുടെ വലിപ്പം വിശുദ്ധരന്മാർ പറയുന്നു 20 അസ്ഥികൾ പൊട്ടുന്ന സമയത്ത് കിട്ടുന്ന വേദനയാണ് പ്രസവ സമയത്തൊരു സ്ത്രീ സഹിക്കുന്നത് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെങ്കിലും താഴ്ത്തിയോ? ഏതെങ്കിലും പെണ്ണിനെ ഇകഴ്ത്തിയോ? പരിഭാവനമായ രൂപത്തിൽ ഇസ്ലാം സ്ത്രീകൾക്ക് ഗംഭീരമായ സ്ഥാനം നൽകി എന്നതല്ലേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീയെ അങ്ങനെയാണ് ഇസ്ലാം സ്ഥാനം നൽകി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഇനിയോ പുരുഷനെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം സ്ത്രീകളെ കുറിച്ച് പറഞ്ഞു. വബത്ത മിൻഹുമാ റിജാലൻ കസീറൻ വനിസാ, റിജാലൻ പറഞ്ഞു, വനിസാ. ഇനിയോ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദ്, മുഅ്മിനീങ്ങളെ പറഞ്ഞിടത്ത് മുഅ്മിനാത്തിനെ പറഞ്ഞു. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് الطيبات للطيبين والطيبون للطيبات الخبيثات للخبيثين والخبيثون للخبيثات. طيباتനെ പറഞ്ഞു, ഫസ്റ്റ് സ്ത്രീകളെ അവിടെ പറഞ്ഞു. ആലോചിച്ച് നോക്കി, അല്ലാഹു എല്ലായിടത്തും അവരെ പ്രത്യേകമായി എണ്ണി. ഇന്നമൻ നിസാഉ ശഖായിഖുർ റിജാൽ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്ത്രീകളെ മാറ്റി നിർത്തേണ്ടതല്ല. കാരണം എന്താ? വഖലഖനാകും അസ്വാജ, നിങ്ങളെ രണ്ടുപേരെയും ഇണകളായിട്ടാണ് പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്ത്രീകൾക്ക് ഉദാത്തമായ സ്ഥാനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. നമ്മൾ പോലും പലപ്പോഴും പതറിപ്പോകാറുണ്ട്. നമുക്കറിയുമോ, സ്നേഹവും ഇഷ്ടവും പ്രേമവും കാമവും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇഷ്ടം കാണിക്കേണ്ടടുത്ത് ഇഷ്ടമേ കാണിക്കാവൂ. അത് സ്നേഹത്തിലേക്ക് പോകരുത്. സ്നേഹം എന്നത് മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമ്മളുടെ സഹോദരങ്ങൾക്കും നൽകേണ്ട സ്നേഹം പ്രേമമാകരുത്. ഇനിയോ
പിന്നെയോ പ്രേമം ആരോടാണ്? അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന ഇണയോടാണ് പ്രേമം. കാമോ ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഒരാളോടും തോന്നാത്തതാണ് കാമം, തോന്നാൻ പാടില്ലാത്തതാണ് കാമം. ഈ സ്നേഹം മൂത്ത് വിശ്വാസം മൂത്ത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു സാധനം അറിയോ? പലപ്പോഴും ആളുകൾ പറയും, എന്താ ആണിനെ പോലെ തന്നെ പെണ്ണ്, അതേ സാലറി, അതിനേക്കാൾ മുകളിൽ അവൾ എത്തുന്നില്ലേ, ബുദ്ധിയില്ലേ എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ അറിയുമോ, ഒരാണും പെണ്ണും അടുത്തടുത്ത് ഇരുന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു പോകുമോ എന്നാ ചോദ്യം. ഒരാണ് ഒരു പെണ്ണിനെ കണ്ടാ മതി, അവന് കാമിക്കാനാ തോന്നുന്നത്, അവളുടെ ഭംഗി മാത്രം മതി. പെണ്ണോ ഒരാണിനെ കാണുമ്പോഴേക്കും കാമിക്കൂല. പെണ്ണിന് അവനോട് വിശ്വാസം വേണം, അവനോട് സ്നേഹം വേണം, അവന്റെ ആത്മവിശുദ്ധിയിൽ അവൾക്ക് ബോധ്യം വരണം, അവന്റെ കാര്യത്തിൽ തൃപ്തി വരണം, അവനോട് നല്ല ബന്ധം വരണം, മനസ്സുകൾ തമ്മിൽ ചേരണം. അതിനൊക്കെ ശേഷം എന്തുള്ളൂ, അതും അവൻ വിചാരിച്ചാലേ അവൾ അതിന് വഴങ്ങുന്നുള്ളൂ. ആണങ്ങനല്ല, ആണിന് ആരെങ്കിലും മതി. ആണിനങ്ങനെ പഠിച്ചത്. നമ്മളൊക്കെ പലപ്പോഴും പറയും, ആളുകൾ പൊതുവെ ഇസ്ലാമിന്റെ നിയമങ്ങളെ കളിയാക്കാറുണ്ട്. ആ സമയത്ത് വിവരമില്ലാത്ത മുസ്ലിങ്ങളും മദറിപ്പോകാറുണ്ട്. മുസ്ലിങ്ങൾ തന്നെ ചോദിക്കാറുമുണ്ട്, എന്താ അങ്ങനെ ഒരു നിയമം? സ്വർഗത്തിൽ പുരുഷന്മാർക്ക് ഹൂർലിങ്ങളുണ്ട്, എന്താ സ്ത്രീകൾക്കില്ലാത്തത്? പമ്പൻ ചോദ്യമായിട്ട് നമുക്ക് തോന്നുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ ഇത്രയും വേഗം വൈഭചാരികമായ ചിന്തയിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള ഘടനയിലാണ് അടച്ചിട്ടുള്ളത്. അവന്റെ ഹൈപ്പോതലാമസിൽ ഈ പറഞ്ഞ ആകർഷണീയത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ പടച്ചിരിക്കുന്ന ഒരു ആണിന് നിനക്ക് സ്വർഗത്തിൽ ഏറ്റവും നല്ല സ്ത്രീയെ ഞാൻ തരാം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അതുപോലെ ഇല്ലെന്നാണോ? സ്ത്രീകളെ പവിത്രതയായ, പതിവ്രതയായ, ഇഖ്ലാസുള്ള മുഖലിസുകളായ, മുത്തഖീങ്ങളായ സ്ത്രീകൾക്ക് നല്ല ഇണകളെ തന്നെയാണ് സ്വർഗത്തിൽ നൽകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു 5-6 ആണുങ്ങളുള്ള ഇടത്തിലേക്ക് ഒരു പെണ്ണിന് പോകാൻ പറ്റുമോ? അവൾക്ക് പേടിയുണ്ടാവുക. ഒരു 5-6 സ്ത്രീകളുള്ള ഇടത്ത് ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ആണിന് ചിലപ്പോൾ ഇഷ്ടമാണ് ഉണ്ടാവുക അവരുടെ അടുത്തേക്ക്. രണ്ടും വ്യത്യസ്തമായ മാനസികാവസ്ഥ. ഒന്നിനോട് ആകർഷണം തോന്നുന്നപ്പോ പെണ്ണിനെന്തുണ്ടാകുക? പേടിയുണ്ടാകുക. ആണുങ്ങൾ മാത്രമുള്ള ഒരു റൂമിലേക്കോ ഒരു സ്ഥലത്തേക്കോ പോകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എന്തിന് രാത്രിയിൽ ഒറ്റക്കൊരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകും, നമ്മളൊക്കെ എന്താ വിചാരിക്കുക? ഓളൊരു ചീത്ത സ്ത്രീയാണെന്നാ വിചാരിക്കുക. ഒരാണൊറ്റക്ക് പോകുമ്പോഴോ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവിടെയാണ് ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി ഒരുപാട് നിയമങ്ങളിൽ ഇങ്ങനെ തുണിക്കിടക്കുക നമ്മളെല്ലാവരും, ധാരണയില്ലാതെ, ജ്ഞാനമില്ലാതെ. ഇസ്ലാമിലെ നിയമങ്ങൾ, കൊലപാതകങ്ങൾ, ഇസ്ലാം ഇങ്ങനെ അത് വെട്ടിക്കൊല്ലുന്നു, കട്ടവന്റെ കൈ മുറിക്കുന്നു, എന്തൊരു വലിയ ഭീകരതയാണത് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ആളുകൾ വിചാരിക്കും ഇസ്ലാമിക നിയമങ്ങൾ നടക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് ആർക്കും കയ്യില്ലെന്ന എല്ലാവരും വിചാരം. ഏതോ ഒരു കാലത്ത് പബ്ലിക്കായിട്ട് ഈ ശിക്ഷ നടപ്പാക്കിയാൽ ആ കണ്ടിരിക്കുന്ന സമുദായം പിന്നെ മോഷ്ടിക്കാൻ തയ്യാറാവൂല. ഇതൊന്നും പറ്റില്ലെന്ന് വിചാരിക്കുന്ന സ്ഥലത്തെന്താ കാവലിരിക്കുന്നവർ കട്ടുതിന്നുന്ന അവസ്ഥയിലേക്കാ പോകുന്നത്. കാര്യം നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നില്ല. ഊടുവഴികളിലൂടെ രക്ഷപ്പെടുകയാണ് പ്രതികൾ. ഏറ്റവും നല്ല സിസ്റ്റം പ്രതികളുടെ കൂടെ നിൽക്കുകയാണ്, ഏറ്റവും നല്ല സപ്പോർട്ടുകൾ പ്രതികളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെയാണ് ഇസ്ലാമിക നിയമത്തെ പരിഹസിക്കുന്ന ആളുകൾ ബോധവാന്മാരാകേണ്ടത്, അവിടേക്കാണ്. ഇനിയോ സ്ത്രീ പുരുഷ സമത്വമില്ലായ്മ, ആണിനും പെണ്ണിനും വേറെ വേറെ മൂല്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് പഠിപ്പിച്ചു. ഞാൻ നേരത്തെ ഓതി വെച്ച നിരവധി ആയത്തുകളിലൂടെ നിങ്ങൾ അറിയും. അതുപോലെ അല്ലാഹുവിന്റെ റസൂലിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് തെറ്റിച്ച ആളുകൾക്കൊക്കെ പരിക്കാണ്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ ഇണയെ ഒറ്റക്കൊരു സ്ഥലത്ത് നിർത്തി പോകരുത്. ഒരാണും പെണ്ണും അന്യരായ ഒരാണും പെണ്ണും ഒന്നിച്ചാൽ മൂന്നാമതായി പിശാച് വരും. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? ആ പ്രവാചകനെ പോലും എന്താ പറഞ്ഞത്? നിങ്ങളെ പെണ്ണുങ്ങളെ ആളല്ലേ നിങ്ങൾ റസൂലുള്ളാഹി അല്ലേ? ആരെയാ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എത്ര വിവാഹം കഴിച്ചത്? മൂപ്പർക്ക് ഇതാണോ പണി എന്നൊക്കെ കളിയാക്കി പ്രസംഗിച്ചവരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ 25കാരനാകുന്ന യൗവനം കൊണ്ട് തുളുമ്പുന്ന കാലത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ വയസ്സിനേക്കാളും 15 വയസ്സധികമുള്ള പെണ്ണിനെയാ, അതും വിധവയായ ഒരു സ്ത്രീയെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കെട്ടുന്നത്. നമ്മൾ ആരെങ്കിലും നിൽക്കൂ, ഈ പറയുന്നു നിൽക്കൂ? അവനേക്കാളും 15 വയസ്സധികമുള്ള പെണ്ണിനെ, അതും ആദ്യ വിവാഹത്തിൽ അവന്റെ
കൊടുക്കൂല. പിന്നെയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെയും മദീനത്തെയും പാവപ്പെട്ട കുടുംബങ്ങളിലെ വിധവകളായ വാർദ്ധക്യമുള്ള രോഗമുള്ള വീട്ടിൽ തന്റെ സെക്യൂരിറ്റിക്ക് ആളില്ലാതെ പ്രയാസപ്പെടുന്ന സ്ത്രീകളെ ആരെങ്കിലും മോശമാക്കുമോ ആക്രമിക്കുമോ എന്നൊക്കെയും വിചാരിച്ചിട്ട് അവർക്ക് സേഫ്റ്റി നൽകാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയുള്ള സ്ത്രീകളെ കല്യാണം കഴിച്ച് നിക്കാഹ് ചെയ്ത് പൊന്നുപോലെ നോക്കി പ്രവാചകൻ. സുബ്ഹാനല്ലാഹ്. ആ വിവാഹം അവിടെ നടന്നത്. ഇവിടെയോ ഈ കളിയാക്കുന്ന ആളുടെ കൂട്ടത്തിലോ വിവാഹം പോലും ഇല്ലാതെ വർഷങ്ങളോളം ജീവിക്കുകയാണ് പലരപ്പരും. അള്ളാന്റെ റസൂൽ നിക്കാഹ് ചെയ്തത് ഹലാലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചവർക്ക് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്കറിയുമോ പ്രവാചകനിൽ ആദ്യമായി വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖ് കാണുന്നുണ്ട് ഇതെല്ലാം. അള്ളാഹുവിന്റെ റസൂലാണ് ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് വിളിച്ചത്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് തന്റെ ആയിഷ ബീവി എന്ന കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ആളുകൾ വിചാരിക്കും ആയിഷ ബീവി ഇങ്ങനെ ചെറുപ്പത്തിൽ വരുമ്പോഴേക്കും റസൂലുള്ള കണ്ണു വെച്ച് കെട്ടിയതെന്നല്ല. ആയിഷ ബീവിക്ക് പല വിവാഹങ്ങളും ആലോചിക്കുന്ന പ്രായം അറബികളിൽ ആ സമയത്തുണ്ട്. ഇനി ആരാ ഏറ്റവും ശ്രേഷ്ഠനായ സിദ്ദീഖായ മനുഷ്യനാ തന്റെ മകളെ നൽകുന്നത്? സുബ്ഹാനല്ലാഹ്. 4 ഖലീഫമാരും പ്രവാചകനുമായിട്ട് ഇങ്ങനെയുള്ള ബന്ധമുണ്ട്. അമ്മോശനായിട്ടും അതേപോലെ മകളുടെ ഭർത്താവായിട്ടുള്ള ബന്ധ 4 ഖലീഫമാർക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മൾ ഏത് നിയമവും ഇസ്ലാമിന്റെ നിയമം ആളുകൾ കളിയാക്കുമ്പോൾ പതറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിവരമില്ലാത്തതുകൊണ്ടാ. നമ്മൾ പഠിക്കണല്ലാരും. മംഗലാപുരത്ത് ഖുതുബ പറഞ്ഞ് ട്രെയിനിൽ വരുന്ന സമയത്ത് ബേസിൽ വെച്ച് ഒരു ഉദാഹരണമാണ്. ബേസിൽ ഉദാഹരണമല്ല സംഭവിച്ചത്, എനിക്ക് നടന്നത്. ബേസിൽ വെച്ച് ഒളു ചെയ്യണം ഞാൻ. പൊതുവെ വെള്ളമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ആകാറുണ്ട് പണ്ടൊക്കെ. ഇപ്പം വളരെ ശ്രദ്ധിക്കും ആളുകളുള്ള സമയത്ത്, അതൊക്കെ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ അന്നേരം ഒതു ചെയ്യൂല. ട്രെയിനിലെ വാഷ് ബേസിൽ ഇങ്ങനെ ഒതു ചെയ്ത് കാല് പൊക്കിയിട്ട് ഇങ്ങനെ കാല് കഴുകി. അപ്പൊ ഇതിങ്ങനെ കണ്ടിട്ട് ഭയങ്കര അറപ്പോടെ ഒരുത്തന് ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് എന്തിനാ ഇയാൾ ഖുതുബ പറയുന്നത്? പ്ലീസ് നിങ്ങൾ കേൾക്കണം. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് വന്നപ്പോ അയാൾ എന്നെ വിളിച്ചു, എന്തൊക്കെയാ നിങ്ങൾ കളിക്കുന്നത്? കാല് കൈകൊണ്ട് കഴുകുക, എന്ത് വൃത്തികേടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദര, കാലല്ല, മനുഷ്യ ശരീരത്തിൽ അതിനേക്കാളും വൃത്തികെട്ട സ്ഥലവും ഞാൻ കൈകൊണ്ടാ കഴുകാറില്ലെന്ന് പറഞ്ഞു. ആ സഹോദരൻ എന്നെ കെട്ടിപ്പിടിച്ചു. മംഗലാപുരം മുതൽ കൊയിലാണ്ടി വരെ ആ മനുഷ്യൻ ഒരുപാട് ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ ദീന് എത്രയും ഉത്കൃഷ്ടമാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയണം. പതറിപ്പോകരുത് ഒരാളും. അള്ളാന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്കും തിരുത്തപ്പെട്ടിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ആരാ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൈബിയായ കാര്യത്തിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന അസ്സലാഹ്. ഗൈബിയായ കാര്യങ്ങൾ പോലും. അതുകൊണ്ടാണ് മിഹ്റാജ് യാത്രയിൽ ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയി അവിടുന്ന് ആകാശാരോഹണം നടത്തി തിരിച്ചു വന്നിട്ടുണ്ട് റസൂൽ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാര് അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലേക്കാ പോയത്. നിന്റെ മുഹമ്മദിന് എന്ത് പറ്റി, വട്ടാണോ എന്ന് ചോദിച്ചു. എന്തെല്ലാം വൃത്തികളാ പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് ആകാശാരോഹണം നടത്തിയിട്ട് തിരിച്ചു വന്നു എന്നോ? അബൂബക്കർ സിദ്ദീഖ് എന്താ പറഞ്ഞത്? ആരാ നിങ്ങളോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ വല്ലാത്തൊരു ചോദ്യമായിരുന്നു. ആ വന്നിരിക്കുന്ന നാട്ടുകാർ പറഞ്ഞു, എന്റെ മുഹമ്മദ് തന്നെ പറഞ്ഞതാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. അതിനേക്കാളും അദൃശ്യമായ സ്വർഗവും നരകവും മഹ്ശറും ഖബറും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെയാണെന്ന് അബൂബക്കർ സിദ്ദീഖ് കണ്ണു ചുംബിയിട്ട് പറഞ്ഞു. ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ഇസ്ലാമിന്റെ നിയമം കേൾക്കുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ബേജാറായി പോവുകയാണ്. അതുണ്ടാകരുത് എന്നതാണ് ഒന്നാമതായി നമ്മൾ എല്ലാവരും പഠിക്കേണ്ടത്. ഇനിയോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയ കാലത്ത് സ്ത്രീ ഒരു വിൽപ്പന ചരക്കായിരുന്നു. ഓരോ വീടുകളുടെ മുന്നിൽ അഭിസാരികകളായ വ്യഭിചാരിണികളായ സ്ത്രീകൾ വിളക്കിങ്ങനെ കത്തിച്ചിട്ട് ഞാൻ റെഡിയാണ് വന്നോളൂ എന്ന സിഗ്നൽ വെച്ച് ജീവിച്ചിരുന്ന ഒരു കാലം. ഇനിയോ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ള ഒരു ചരക്കായിട്ട് മാത്രം പരിചയപ്പെടുത്തിയ കാലം. സ്ത്രീ എന്ന് പറഞ്ഞാൽ ദുശ്ശകലത്തിന്റെ അടയാളമായി കണ്ടിരുന്ന കാലം. പെൺകുട്ടികൾ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി ജീവനോടെ കുഴിച്ചുമൂടിയ കാലം. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും ഗംഭീരമായ സ്ഥാനം ഇസ്ലാമിന്റെ ആദർശത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുസ്ലിം സ്ത്രീക്ക് മുന്തിയ പദവി നൽകി.
മുസ്ലിം സ്ത്രീകൾക്ക് ഒരാൾ മുസ്ലിമാകുമ്പോൾ നടക്കുന്ന ബൈഅത്ത് വരെ സ്ത്രീകൾക്കും കൊണ്ടുവന്നു. എന്നിട്ടോ എത്രത്തോളം എന്ന് വെച്ചാൽ ഒറ്റ വ്യത്യാസം എന്താ? ആണുങ്ങൾ ബൈഅത്ത് നടത്തുമ്പോൾ കൈ കൊടുക്കും, പെണ്ണുങ്ങൾ അത് ചൊല്ലിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഈ ബൈഅത്തിനായി വരുന്ന അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ചെയ്യരുത്, അതുപോലെ എന്ന് തുടങ്ങുന്ന ബൈഅത്തിന്റെ വരികളിൽ വ്യഭിചാരത്തെ കുറിച്ച് വരെ വന്നു. ആ സമയത്താണ് ആ സ്ത്രീ, ഈ വന്നിരിക്കുന്ന സ്ത്രീ ചോദിച്ചു പോയി, സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിക്കപ്പെടുമോ റസൂലേ? അള്ളാന്റെ റസൂൽ അത്രയും ഗംഭീരമായ ഒരു പ്രവാചകന്റെ ബൈഅത്ത്. ഖുർആൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചിടത്തൊക്കെയും സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടാണ് വിളിച്ചത്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. എത്ര മനോഹരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്നതും എന്താണ്? ഈ സ്ത്രീകൾക്കുള്ള പദവിയെ പരിചയപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ കുന്നിൽ പ്രവാചകന്റെ അവസാനത്തെ ഖുതുബയിൽ പ്രത്യേകമായി അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, നിങ്ങൾ സ്ത്രീകളോട് നല്ലോണം പെരുമാറിൻ, ഏറ്റവും മനോഹരമായിട്ട് പെരുമാറിൻ. അറിയില്ലേ, ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്ത് സഈദ് ഇബ്നു ആമിറിനെ പറ്റി പരാതി വന്നു. അല്ലയോ സയ്യിദ് ഡ്യൂട്ടിയിലുള്ള ആളാണ്, അല്ലയോ സയ്യിദ്, നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചിട്ടേ താങ്കൾ ജനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ എന്ന പരാതിയുണ്ടല്ലോ. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, ഖലീഫ, ആ ആരോപണം സത്യമാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ എന്റെ ഭാര്യക്ക്, എന്റെ മക്കൾക്ക് അവരെ എഴുന്നേൽപ്പിക്കാൻ, പല്ല് തെക്കാൻ, ഭക്ഷണം കൊടുക്കാൻ എന്റെ ഭാര്യയെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് അല്പം വൈകിപ്പോകുന്നതാണെന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഭാര്യയ്ക്ക് ഇണയായി തുണയായി നിൽക്കുന്നവനായാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നല്ല ഭർത്താവായി. ഖിയാറുക്കും അഹ്സനുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ വിലയുള്ളവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം ഭാര്യയുടെ അടുക്കൽ വിലയുണ്ടാവുക. നിങ്ങൾക്കറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാ പോറ്റിയിരുന്നത് ഭാര്യമാരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും കട്ടക്ക് നിൽക്കുകയായിരുന്നു ഭാര്യയോടൊപ്പം. അറിയോ, ഒരു യാത്രയിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉണ്ട്. യാത്രാമധ്യത്തിൽ വെച്ച് പ്രാഥമികമായ ആവശ്യം നിർവഹിക്കാനായി സമയം വന്നപ്പോൾ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാത്രയിലുള്ളത്. അങ്ങനെ ആ വിശാലമായ മരുഭൂമിയിലെ അങ്ങ് ദൂരദിക്കിലേക്ക്, കണ്ണെത്താത്ത ദിക്കിലേക്ക് ആയിഷ ബീവിനെയും കൈപിടിച്ചിട്ട് റസൂലുള്ളാഹി പോകുന്നത് പറയുന്നുണ്ട് ചരിത്രം. അങ്ങനെ ആയിഷ ബീവിയെയും കൊണ്ട് ആളുകളുടെ കണ്ണെത്താത്തകലത്തേക്ക് പോയിട്ട് തന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന തലപ്പാവിന്റെ വിരിപ്പെടുത്ത് നിർത്തിയിട്ട് ആയിഷ ബീവിക്ക് മറവെച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്ത്രീയെ, തന്റെ കൂടെ നിൽക്കുന്ന ഇണയെ പൊന്നുപോലെ നോക്കിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെയും കഴിയണം അങ്ങനെ. സ്വന്തം ഭാര്യമാരോട് ഉപദേശിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഉപദേശത്തെ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. റിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബിഹി ബഅദുകും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്വാലിഹാതു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ് എന്ന് പറഞ്ഞ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, എന്താണ്? സദ്വൃത്തകളായുള്ളവർ, അനുസരണയുള്ളവരും, അള്ളാഹു കാത്തു സൂക്ഷിച്ച പ്രകാരം അസാന്നിധ്യത്തിൽ എന്താണ് എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരുമാകുന്നു. ഇനി യാതൊരു സ്ത്രീകളുടെ പിണക്കം, അനുസരണക്കേട് നിങ്ങൾ ഭയപ്പെടുന്നുവോ അവർക്ക് നിങ്ങൾ സതുപദേശം നൽകുക. അവരെ കിടപ്പസ്ഥാനങ്ങളിൽ നിന്ന് അവരെ വെടിയുക, അവരെ അടിക്കുകയും ചെയ്യുക. എന്തിനെ? അടിച്ചിട്ട് പൊളിക്കാനല്ല മുഖം. എവിടെയാണ് അടിക്കേണ്ടതെന്നും എങ്ങനെയാണെന്നൊക്കെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉപദേശിക്കുക ഏറ്റവും മനോഹരമായി, രസത്തിൽ. കാരണം എന്താ? നമ്മളെ ബുദ്ധി എല്ലാവർക്കും. അങ്ങനെ രസത്തിൽ മനോഹരമായി ഉപദേശിക്കുക, സ്വകാര്യമായി ഉപദേശിക്കുക. അത് കഴിഞ്ഞാലാണ് അതിന്റെ മുകളിലേക്ക് പറഞ്ഞിട്ടെന്നേ ഉള്ളൂ. ഇനി അതിന്റെ അർത്ഥം എന്താ? നമ്മളല്ലെങ്കിൽ എന്താവണം? നമ്മൾ അത്രയും പക്വതയുള്ളവനും സൂക്ഷ്മതയുള്ളവനും ആയിരിക്കും. നമുക്കെല്ലാം പറ്റും, മൂപ്പർക്കൊന്നും പറ്റൂല. അത് പറ്റൂല. നമുക്ക് എന്ത് തോന്നിയാസോ ആവാം, അല്ലേ? മറ്റുള്ള ആളുകളുടെ പെൺകുടിമാരെ ഉപദ്രവിക്കാൻ ആൺകുട്ടികൾ റെഡിയാണ്. പക്ഷെ ഓന്റെ പെങ്ങന്മാരും നോക്കാൻ പാടില്ല. ഓന്റെ പെങ്ങന്മാരെ നോക്കിയാലും വിടൂല. പക്ഷെ ഓനെന്ത് ചെയ്യാം? വേറെ ആളെ പെങ്ങന്മാരെ നോക്കാം. നമ്മളെ നിയമം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ ചരിത്രങ്ങളും നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾക്ക് മുന്തിയ രൂപത്തിലുള്ള സ്ഥാനം നൽകിയതായിട്ട് നമ്മൾ കാണാൻ. അത്തരുണത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം നിയമങ്ങളും ചട്ടങ്ങളും കൃത്യമായി പാലിച്ചെടുത്ത് ഒരു ദുരന്തവും കേൾക്കേണ്ടി വരില്ല, ഒരു പ്രശ്നവും ഉണ്ടാകുന്ന ചരിത്രമില്ല.
അത് ക്ലിയറാണ്, അത് വളരെ പ്രകാശപൂരിതമാണ്. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ പാതേയം വളരെ പ്രകാശപൂരിതമാണ്, ഒരു ഡൗട്ടും അവിടെ വരാനില്ല. അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകളിലൂടെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പാലിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്തു വരില്ല, ഒരു പ്രയാസം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ ആല ലിജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹതൈൻ. രണ്ട് പെൺകുട്ടികളെ ഒരാൾ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞാനും അയാളും ഇപ്രകാരമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് പെൺകുട്ടികൾ. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി 3 പറഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകരെ 2 പെൺകുട്ടികൾ. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, 2 പെൺകുട്ടികളെ വളർത്തി പോറ്റി വലുതാക്കി ഏറ്റവും സുരക്ഷിതമായ കൈകളിലേക്ക് കൊടുത്താൽ അയാൾക്ക് സ്വർഗ്ഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ അങ്ങനെയുള്ളതായിരുന്നു. ഇനിയോ ആരോടും തന്നെ മോശമായ രൂപത്തിൽ പെരുമാറരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് ചോദിച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്, കടപ്പാട് കാണിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെണ്ണിനെയാണ് എണ്ണിയത്, അവന്റെ ഉമ്മയെ. ഇനിയോ അസ്മാ റളിയല്ലാഹു അൻഹ ഉമ്മയെ പറ്റി പറയാൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്റെ ഉമ്മ വന്നിട്ടുണ്ട്, അവരിപ്പോഴും മുശ്രിക്കത്താണ്, ഞാൻ എന്താ ചെയ്യുക? അവർ മുശ്രിക്കത്താണ്, നമ്മളിലേക്ക് വന്നിട്ടില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, നീ ഉമ്മയുമായിട്ട് കുടുംബ ബന്ധം ചേർക്കണം. ഉമ്മയെ അങ്ങനെ വെറുതെ വിടരുത്, ഉപേക്ഷിക്കരുത്, അവരെ സന്ദർശിക്കണം, അവർക്ക് ഹിദ്മത്ത് ചെയ്തു കൊടുക്കണം, അവരുടെ വിശ്വാസങ്ങളിലേക്ക്, നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് അവരെ നമ്മൾ ക്ഷണിക്കണം. ഇനി അവർ വന്നിട്ടില്ല എങ്കിൽ പോലും മാതാപിതാക്കളോട്, ഉമ്മയോട് എന്ത് ചെയ്യണം? എല്ലാ നിലക്കുമുള്ള കടപ്പാടുകളും നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ വിചാരിക്കും ഞാനിപ്പോ ഉമ്മന്റെ അടുത്ത് അങ്ങനെ പോവാറില്ല, മൂപ്പത്തി ഖുറാഫാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. പറ്റൂല, പോണം. അബൂ ഹുറൈറ പോയതുപോലെ പോണം, അബൂ ഹുറൈറ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം കരഞ്ഞതുപോലെ കരയണം, ഹിദായത്ത് കിട്ടാത്തതിന്റെ പേരിൽ. ആരാ അബൂ ഹുറൈറ? ആയിരക്കണക്കിന് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് പറയും, പ്രവാചകരെ, ഈ ഒരു കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, എന്റെ ഉമ്മക്ക് ഹിദായത്ത് കിട്ടണില്ല, ഞാൻ കുറെ പറഞ്ഞു നോക്കി, ഉമ്മ സ്വീകരിക്കുന്നില്ല. കരഞ്ഞ് അതാകെയുള്ള ഒരു അവശത അതായിരുന്നു അബൂ ഹുറൈറക്ക്. റസൂൽ പറഞ്ഞേക്കാണ്, പൊയ്ക്കോളി. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. വീട്ടിലെത്തിയപ്പോ ഉമ്മ ഇങ്ങനെ കുളിക്കുന്ന ഒച്ച കേൾക്കുന്നു. സലാം പറഞ്ഞ് ഉമ്മ കുളി കഴിഞ്ഞ് വാതിൽ കർട്ടൻ നീക്കി മോനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കരയാണ് അബൂ ഹുറൈറ. എന്തൊരു സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ദീന് കിട്ടൽ കുറവാണ്, ഖുത്ബ കിട്ടൽ കുറവാണ്, ഉപദേശങ്ങൾ കുറവാണ്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ദീന് അവർ അറിഞ്ഞിട്ടുണ്ടാകുന്നു, നമ്മൾ നനച്ചു ജീവിക്കുകയാണ്. അവർക്ക് പലതും അറിയില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും ഈമാൻ കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടത് അവർക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം, അതിൽ പരാജയപ്പെട്ടു പോയവരാ നമ്മൾ. എങ്കിൽ നമ്മൾ കേൾക്കുന്നിടത്തേക്ക് അവരെ എത്തിക്കുക എന്ന ഒരു വിചാരമെങ്കിലും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. എന്നിട്ട് അവരെയും രക്ഷപ്പെടുത്തണം. ഒരു സ്ത്രീയോട് ഒരു പുരുഷന് കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദൗത്യ നിർവഹണം എന്നത് താൻ എത്തിയിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹിദായത്തിന്റെ മാർഗത്തിൽ, ഹുദയിൽ തന്റെ പെണ്ണുമെത്തുക എന്നതാണ്. നമ്മളിങ്ങനെ ദീന് ഭയങ്കര സംഭവമായിട്ട് പോകും. പല ആളുകളുടെയും വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഭയങ്കര മുത്തക്കിയായിട്ട്, നാട്ടുകാർ മുത്തക്കി എന്ന് പറയും, അള്ളാന്റെ അടുക്കൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനി ആണെങ്കിൽ തന്നെയോ അവരുടെ ഒരു ലെവലേശം പോലും അവരെ വീട്ടിലേക്ക് അവർ മുണ്ടിയിട്ട് പോലും ഉണ്ടാവില്ല, പറഞ്ഞു കൊടുക്കുന്നില്ല. ഭാര്യന്റെ വയ്ക്ക് വിടും, മക്കളെ വയ്ക്ക് വിടും. പറ്റൂല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഉപദേശിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് ഹിദായത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي علم بالقلم علم الانسان ما لم يعلم اما بعد اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോടൊപ്പവും സഹോദരിമാരോടൊപ്പവും മക്കളോടൊപ്പവും ഒക്കെ ജീവിച്ചുകൊണ്ട് ദൗത്യം നിർവഹിക്കുക എന്ന ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. യമനി എന്ന പ്രദേശത്ത് നിന്ന്, അതിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഒരാൾ വന്നിട്ട് ജിഹാദിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വരികയാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, ആരൊക്കെ ഉണ്ട് വീട്ടിൽ എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകരെ, പ്രായമുള്ളൊരു ഉമ്മ ഉണ്ട് എനിക്ക്,
പ്രായമുള്ള വാപ്പയുണ്ട്. റസൂൽ എന്താ പറഞ്ഞത്? അങ്ങോട്ട് തന്നെ പോയിക്കൊള്ളി. ഞാനൊരു 2-3 ആഴ്ച മുമ്പ് ഒരു കിലാബിന്റെ ചരിത്രം പറഞ്ഞിരുന്നു. തിരിച്ചു പറഞ്ഞയച്ചു റസൂല് അവരടുക്കലേക്ക് പോകാൻ. നമ്മളൊക്കെ പലപ്പോഴും അന്യായമായിട്ട് പലതും ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ ചെയ്യും, ഇസ്ലാമിന്റെ ആളുകളാന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എവിടേക്കെങ്കിലും ഒളിച്ചോടുക ചെയ്യുക, ഗുണ്ടൽപേട്ടയിലേക്കോ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിയിട്ട് മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കിടന്ന് കരയാണ്. നാട്ടുകാർ കൊണ്ടുപോയി കൊടുക്കുന്ന പൊതിച്ചോറും പാലിയേറ്റീവിന്റെ ആളുകൾ വൃത്തിയാക്കലും അതുപോലെ അയൽവാസി നിലവിളി ശബ്ദം കേൾക്കുമ്പോൾ കൊടുക്കുന്ന വെള്ളവുമല്ലാതെ നമ്മളുടെ ഒരു സാന്നിധ്യവും ആ മാതാപിതാക്കൾക്ക് കിട്ടാത്ത അവസ്ഥ വരെയാണ്. ന്യായങ്ങളും അന്യായങ്ങളും നീതിയും അനീതിയും ഒരു ഭാഗത്ത് നിൽക്കട്ടെ, ദൗത്യ നിർവഹണത്തിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അവരെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കരുത്. അതിനേക്കാളും വലുതല്ല മറ്റൊന്നും. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിച്ച നമുക്ക് 5 നേരം നമസ്കരിക്കുക എന്നത് കഴിഞ്ഞാൽ ഏറ്റവും ഉദാത്തമായി ചെയ്യാനുള്ള സൽക്കർമ്മം ബിർറുൽ വാലിദൈനാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അത് എത്തിപ്പെടാത്തൊരു എത്ര ആളുകളെ പിടിച്ചു കൊണ്ടുവന്നത്, തെറ്റ് ചെയ്തിട്ടും തെറ്റ് ചെയ്യാത്തതും പോലും ചിലപ്പോൾ നിരപരാധിയായി തിരിച്ചറിയുമ്പോഴത്തേക്കും 10-20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. പാപ്പ മരിച്ചിട്ടുണ്ടാവും. എത്ര ആളുകളാ ജയിലിലൊക്കെ കിടക്കുകയാണ് വിചാരണക്കും. അതേപോലെ തന്നെ എന്താ പറയാ, സംശയാസ്പദമായ രൂപത്തിൽ കണ്ടിട്ടും കിട്ടിയിട്ടും ആളുകൾ പേര് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴത്തെ മരിക്കുകയാണ് വാപ്പയമ്മയെല്ലാം. എന്തിനു പറ്റും നമ്മൾ? അതുകൊണ്ട് മോശമായ സംഗതിയിലേക്ക് യുവാക്കളെ നമ്മൾ പോകരുത്. നിസ്സംശയം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. നമ്മളുടെ ദീനും നമ്മളുടെ ഇബാദത്തും ചിന്തിച്ചു നോക്കിയേ, എല്ലാം മുടങ്ങിപ്പോവുക ചെയ്യുക, എല്ലാം മുടങ്ങുകയാണ് ചെയ്യുക അല്ലേ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും. ഓരോ മക്കൾ മരിക്കുമ്പോൾ പോലും വാപ്പാക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകരുത്. സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ പെങ്ങന്മാർക്ക് വേണ്ടി, നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാവർക്കും വേണ്ടി കാവലായി വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിനർത്ഥം എന്താ? എതിരാളിയെ ഇല്ലാതാക്കാൻ മൂർച്ചയും കൂട്ടി നിൽക്കാനല്ല. നമ്മൾ ഉണ്ടായാൽ മതി, നമ്മുടെ സാന്നിധ്യം മതി, നമ്മുടെ സാന്നിധ്യം മതി. അതേപോലെ സമയം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വിവാഹം കഴിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യാ ശബാബ ഖുറൈശ്, ഖുറൈശി യുവ സമൂഹമേ, ഇഹ്ഫദു ഫുറൂജക്കും, നിങ്ങൾ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുക. വലാ തസിനു, നിങ്ങൾ വ്യഭിചരിക്കരുത്. അലാ മൻ ഹഫിള ഫർജഹു ഫലഹുൽ ജന്ന, അവരവരുടെ ഗുഹ്യാവയവം സംരക്ഷിക്കുന്നുവോ അവർക്കുള്ളതാണ് സ്വർഗം. യാ മാശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്, യുവ സമൂഹമേ, നിങ്ങൾ കഴിവെത്തിയാൽ വിവാഹം കഴിക്കുക. ഈ ബാഅത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താ അറിയോ? എല്ലാ പെങ്ങന്മാരെയും കെട്ടിച്ചയച്ച് ഫ്രീ ആയാൽ കെട്ടിക്കൊന്നല്ല. സമ്പാദ്യങ്ങളും പ്രോപ്പർട്ടികളും ബാങ്ക് ബാലൻസും സെറ്റായാൽ, വാഹനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെണ്ണെട്ടിക്കൊന്നല്ല. ബാഅത്ത് എന്ന പദത്തിന് പണ്ഡിതന്മാർ നൽകിയ അർത്ഥം എന്താണെന്നറിയോ? ലൈംഗികമായ ശേഷി എന്നാണ്. ആ സമയത്ത് കെട്ടിയിട്ടില്ലെങ്കിൽ അവൻ പിഴച്ചു പോയേക്കാം, അവൾ പിഴച്ചു പോയേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാനാണ്. അത് നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താനും ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാനും എന്ന് പറഞ്ഞു. നബിയെ പറഞ്ഞു കൊടുക്കുക മുഅ്മിനുകളോട്, നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്താൻ, ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ തൊട്ടടുത്ത് താഴെ വന്നു, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറ കണ്ണുകൾ താഴ്ത്താൻ, ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കാൻ. 2 ഓർഡർ വന്നു. നമ്മൾ വിചാരിക്കേണ്ട ആണ് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണും, 2 ഖുർആൻ. അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്ന് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ എല്ലാവരുടെയും ഇത്തരം സാഹചര്യങ്ങളിലെ മേഖലകളിലെ വല്ല പോരായ്മയും വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമുക്കെല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്താൽ നമ്മുടെ മക്കളെയും പെൺമക്കളെയും സഹോദരിമാരെയും നമ്മുടെ മാതാപിതാക്കളെയും സംരക്ഷിച്ചു നിർത്താനും അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുമുള്ള സാഹചര്യവും തൗഫീഖും നൽകി അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ زوال نعمتك وتحول عافيتك وفجعة نقمتك وجميع سخطك. اللهم إنا نعوذ بك من جهد البلاء وذرق الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نعوذ بك من عذاب جهنم ومن عذاب القبر ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم
إنا نسألك العفو والعافية في الدنيا والآخرة اللهم إنا نسألك العفو والعافية في دينا ودنياي توفنا مسلما وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.